നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതം കഥകളിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള യക്ഷയുദ്ധപർവ ആണ് ഇന്നലെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇന്ന് നമ്മൾ പുതിയൊരു പർവ്വം ആരംഭിക്കുകയാണ്. നിവാത കവച യുദ്ധപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മളിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഗന്ധമാന പർവ്വതത്തിൻ്റെ മുകളിലെത്തിയ ഭീമൻ യക്ഷരാജാവായിട്ടുള്ള കുബേരൻ്റെ സേനയുടെ പകുതിയോളം നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിട്ടുള്ള മണിമാനെ വധിക്കുകയും ചെയ്ത കഥയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത്. അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് കേൾക്കണമെന്നുള്ളവർ കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കുക. നിവാത കവച യുദ്ധപർവത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം നമ്മൾ കണ്ടത് സ്വർഗത്തിൽ നിന്നും ഇന്ദ്രൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി അർജുനൻ ദിവ്യായുധ പ്രാപ്തിക്ക് ശേഷം തൻ്റെ സഹോദരങ്ങളുമായിട്ട് തിരിച്ച് കൂടാൻ വേണ്ടിയിട്ട് ഗന്ധമാന പർവ്വതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദേവലോകത്തു നിന്നും ഇറങ്ങുന്നത് ആണ് അവസാനം നമ്മൾ കേട്ടത്. അപ്പം ഇവിടെ പാണ്ഡവർ ഗന്ധമാന പർവ്വതത്തിൻ്റെ മുകളിൽ വന്നിരിക്കാൻ തന്നെ കാരണം അവിടെ വെച്ച് അർജുനനെ തിരികെ വരുന്നത് കാണാം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ്. അങ്ങനെ അവർ കാത്തിരിക്കുന്ന സമയത്ത് ആകാശത്തിൽ വലിയ ഇടിമുഴക്കവും അതോടൊപ്പം തന്നെ ഇതുവരെ കാണാത്ത ഒരു പ്രകാശവും ആകാശത്തിൽ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ കണ്ണഞ്ചിക്കുന്ന പ്രഭയിൽ ഒരു വാഹനം, ഒരു തേര് ആ പ്രകാശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതും അവർ കണ്ടു. അത് അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ രഥം തന്നെയായിരുന്നു അത്. ഇന്ദ്രൻ്റെ രഥത്തിൽ മാതലിയായിരുന്നു ആ രഥം നയിച്ചിരുന്നത്. അതിൽ അർജുനൻ ആ ഗന്ധമാന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വന്നിറങ്ങി. അർജുനൻ വരുന്ന സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള വാദ്യഘോഷങ്ങളുമൊക്കെ ആകാശത്തു നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ലക്ഷ്യത്തിൽ വിജയപ്രാപ്തനായിട്ടുള്ള അർജുനൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ നിന്നും കിട്ടിയ ദിവ്യായുധങ്ങളും അതോടൊപ്പം തന്നെ ഗാന്ധീവവും പിന്നെ ലോകത്താരും കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്രയും മനോഹരമായിട്ടുള്ള മാലകളും ഒക്കെ അണിഞ്ഞ് രഥത്തിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ആദ്യം ധൗമ്യൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങി. അതിനുശേഷം മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനിൽ നിന്നും അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അതിനുശേഷം തൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനായിട്ടുള്ള ഭീമനെയും വണങ്ങി അനുഗ്രഹം വാങ്ങി. പിന്നീട് മാദ്രീപുത്രന്മാരായിട്ടുള്ള തൻ്റെ അനുജന്മാരായിട്ടുള്ള നകുലനെയും സഹദേവനെയും ആലിംഗനം ചെയ്തിട്ട് അവരോടുള്ള തൻ്റെ സ്നേഹപ്രകടനങ്ങൾ നടത്തി. അതിനുശേഷം കൃഷ്ണയുടെ അടുത്ത് നിന്നിട്ട് ദേവേന്ദ്രൻ പ്രത്യേകം കൊടുത്തുവിട്ട അതിമനോഹരമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ നേരിട്ട് തന്നെ അർജുനൻ ആ കൃഷ്ണയ്ക്ക് കൊടുത്തു. ആ സമയത്ത് അർജുനൻ്റെ രഥം തെളിച്ചുകൊണ്ടുവന്ന മാതലിയെ പാണ്ഡവന്മാരെല്ലാവരും കൂടി ഇന്ദ്രനെ ആദരിക്കുന്നത് പോലെ തന്നെ വളരെ ബഹുമാന പുരസ്സരം ആദരിക്കുകയുണ്ടായി. മാതലി പാണ്ഡവന്മാരെയെല്ലാം അച്ഛൻ സ്വന്തം മക്കളെ എങ്ങനെയാണോ വാത്സല്യത്തോടു കൂടിയിട്ട് തഴുകുന്നത് അതുപോലെ പാണ്ഡവരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് തഴുകി തൻ്റെ സ്നേഹപ്രകടനം അവരെ അറിയിക്കുകയും ചെയ്തു. അർജുനൻ പാണ്ഡവരുടെ അടുത്ത് സുരക്ഷിതമായിട്ട് എത്തി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാതലി പ്രകാശവേഗത്തിൽ തൻ്റെ രഥവും ഓടിച്ചുകൊണ്ട് തിരിച്ച് ദേവലോകത്തേക്ക് യാത്രയായി. അതിനുശേഷം അർജുനൻ തനിക്ക് കിട്ടിയ ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചിട്ടും ഇന്ദ്രലോകത്ത് വെച്ച് തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ യുധിഷ്ഠിരാദികളോട് വിശദീകരിച്ച് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ അർജുനനും ഭീമനും തൻ്റെ സഹോദരന്മാരോടും ഒത്തുചേർന്നിട്ട് യുധിഷ്ഠിരനെ ചെന്ന് കണ്ടു വണങ്ങി. ആ സമയത്ത് ആകാശത്തു നിന്നും അതുവരെ കേൾക്കാത്ത തരത്തിലുള്ള നാദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിഭയങ്കരമായിട്ടുള്ള പെരുമ്പറ ഘോഷവും മിന്നൽ പോലത്തെ പ്രകാശവും അർജുനൻ വന്നപ്പോൾ എങ്ങനെയാണോ പ്രകാശമുണ്ടായത് അതേപോലത്തുള്ള പ്രകാശവും അതിശക്തമായിട്ടുള്ള ഇടിമിന്നലുമൊക്കെ ആകാശത്ത് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനോടൊപ്പം തന്നെ ആ പ്രകാശത്തിനോടൊപ്പം തന്നെ ഒരു വലിയ രഥവും അവരുടെ അടുത്തേക്ക് വരുന്നത് അവർ കണ്ടു. അത് ഇന്ദ്രൻ്റെ വരവായിരുന്നു. തൻ്റെ മകനായിട്ടുള്ള അർജുനനെയും സഹോദരങ്ങളെയും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ നേരിട്ട് അവിടെ നിന്നും വന്നതായിരുന്നു. ഇന്ദ്രനോടൊപ്പം 10,000-കണക്കിന് യക്ഷഗന്ധർവ കിന്നര അപ്സരസുകളെല്ലാവരും ഇന്ദ്രനോടൊപ്പം ആ ഗന്ധമാന പർവ്വതത്തിലേക്ക് വന്നു ചേർന്നു. രഥത്തിൽ നിന്നിറങ്ങിയ ഇന്ദ്രനെ ധൗമ്യനോടൊപ്പം ചേർന്നിട്ട് പാണ്ഡവരെല്ലാവരും ചേർന്ന് യഥാവിധി പൂജിച്ചു, ആദരിച്ചു. ഇന്ദ്രൻ തൻ്റെ മക്കളെ എന്ന പോലെ തന്നെ അർജുനനോട് കാണിക്കുന്ന സ്നേഹം പോലെ തന്നെ എല്ലാവരോടും തൻ്റെ സ്നേഹ പ്രകടനം നടത്തുകയും
കുശലാന്വേഷണം നടത്തുകയും ചെയ്തു. ആ സമയത്ത് തൻ്റെ മുമ്പിൽ വളരെ ബഹുമാനത്തോടുകൂടി നിൽക്കുന്ന യുധിഷ്ഠിരനോട് ഇന്ദ്രൻ പറഞ്ഞു, കൗന്ദേയ, നിന്റെ അനുജനായിട്ടുള്ള അർജുനൻ എല്ലാ ദിവ്യാസ്ത്രങ്ങളും നേടിക്കഴിഞ്ഞിരിക്കുന്നു. കൗന്ദേയ, നീ ഈ ഭൂമി മുഴുവനും ഭരിക്കുമാറാകും. കൗന്ദേയ, ഈ ഭൂമി മുഴുവനും നീ ഭരിക്കും. നിനക്ക് നന്മ ഭവിക്കട്ടെ. നീ വീണ്ടും സഹോദരന്മാരോടൊപ്പം കാമിക വനത്തിലേക്ക് തിരികെ പൊക്കോളുക. നിന്റെ അനുജനായിട്ടുള്ള വീരനായിട്ടുള്ള അർജുനൻ ദിവ്യായുധങ്ങളെല്ലാം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അവൻ എന്നിൽ വളരെയധികം പ്രീതി ഉളവാക്കിയിട്ടുണ്ട്. അവനെ ജയിക്കുവാൻ ശക്തിയുള്ള ആരും ഈ 3 ലോകത്ത് ഇപ്പോൾ ഇല്ല. യുധിഷ്ഠിരനെ ഇത്തരത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം ഇന്ദ്രൻ തിരികെ ദേവലോകത്തേക്ക് യാത്രയായി. പാണ്ഡവന്മാരെല്ലാവരും കൃഷ്ണയോടും തങ്ങളുടെ പുരോഹിതനായിട്ടുള്ള ധൗമ്യനോടും ലോമശനോടും ഒപ്പം വളരെ സുഖമായിട്ട് ആ ഗന്ധമാന പർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ ഒരു കഥാഭാഗം, ഇന്ദ്രൻ പാണ്ഡവരെ കണ്ടിട്ട് തിരിച്ചുപോയി, ഈ ഒരു കഥാഭാഗം വൃതാശുദ്ധിയോടുകൂടിയിട്ട് ഒരാൾ നിത്യവും ചൊല്ലുകയാണെങ്കിൽ അയാൾ അസുഖങ്ങളൊന്നുമില്ലാതെ 100 വത്സരം ഇവിടെ വാഴുമെന്നാണ് ഇതിൻ്റെ ഫലശ്രുതിയായിട്ട് പറയുന്നത്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ദേവേന്ദ്രൻ പോയതിന് ശേഷം അർജുനനും കൃഷ്ണയും കൂടി യുധിഷ്ഠിരൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിനെ വണങ്ങി. ആ സമയത്ത് യുധിഷ്ഠിരൻ തൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള സംശയങ്ങളൊക്കെ അർജുനനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അർജുന, നീ സ്വർഗത്തിൽ ഇത്രനാളും എങ്ങനെയാണ് നീ അവിടെ താമസിച്ചത്? ഇന്ദ്രനെ സന്തോഷിപ്പിച്ച് എങ്ങനെയാണ് നീ അസ്ത്രങ്ങളൊക്കെ നേടിയത്? നീ ദിവ്യാസ്ത്രങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടില്ലേ? ഇന്ദ്രനും ഭഗവാൻ ശിവനും നിനക്ക് സന്തോഷത്തോടു കൂടിയിട്ടല്ലേ ദിവ്യാസ്ത്രങ്ങളൊക്കെ തന്നത്? ഇന്ദ്രനെയും ശിവനെയും എങ്ങനെയാണ് നിനക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായത്? എല്ലാം വിസ്തരിച്ച് കേൾക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇന്ദ്രനെയും അതോടൊപ്പം തന്നെ മഹാദേവനെയും നേരിട്ട് കണ്ട കഥകൾ ഞാൻ അങ്ങയോട് വിശദമായിട്ട് പറയാം. ഈ കഥകളൊക്കെ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേട്ടിട്ടുള്ളതാണ്. അപ്പം മഹാഭാരതത്തിലെ കഥൻ രീതി ഇതാണ്. പല കഥാഭാഗങ്ങളും പല സന്ദർഭങ്ങളിലും അത് വിശദമായിട്ടും ചുരുക്കിയുമൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ കഥകളൊക്കെ നമ്മൾ കേട്ടതാണെങ്കിലും ഇപ്പോൾ വീണ്ടും അർജുനൻ യുധിഷ്ഠിരനോട് ആ കഥാഭാഗങ്ങളൊക്കെ ഒരിക്കൽ കൂടി പറയുകയാണ്. അന്ന് അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് കാമികാനകം വിട്ട് ഭൃഗുവനത്തിലേക്ക് പോയി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് രാത്രിയിൽ ഒരു ബ്രാഹ്മണശ്രേഷ്ഠനെ ഞാൻ കണ്ടു. ആ ബ്രാഹ്മണശ്രേഷ്ഠൻ എന്നോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? ആ സമയത്ത് ആ ബ്രാഹ്മണനോട് ഞാൻ എല്ലാ കാര്യവും മറച്ചു വയ്ക്കാതെ തന്നെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഉപദേശമായിട്ട് പറഞ്ഞു, നീ തപസ് ചെയ്യുക. നീ തപസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഞാൻ ഹിമാലയത്തിൻ്റെ വലിയ ശൃംഗങ്ങളുടെ മുകളിലേക്ക് കയറി അവിടെ തപസ് ആരംഭിച്ചു. ആദ്യം ഫലങ്ങൾ മാത്രം തിന്നിട്ട് തപസ് ചെയ്തു. അതിനുശേഷം ആഴ്ചയിലൊരിക്കലായി ആഹാരം കഴിക്കുന്നത്. അതിനുശേഷം മാസത്തിലൊരിക്കൽ ആഹാരം കഴിച്ചുകൊണ്ട് ഞാൻ തപസ് ചെയ്തു. അതിനുശേഷം ഞാൻ ജലം മാത്രം കുടിച്ചുകൊണ്ട് തപസ് ചെയ്തു. പിന്നെ വായു മാത്രം ഭക്ഷിച്ച് ഞാൻ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ ജ്യേഷ്ഠ, എനിക്ക് ആ സമയത്തൊന്നും എൻ്റെ ശരീരത്തിന് ഒരു ക്ഷീണവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യം. 5-ാമത്തെ മാസത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ഒരു രാക്ഷസൻ ഒരു പന്നിയുടെ രൂപത്തിൽ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് അവൻ എൻ്റെ മുമ്പിൽ കിടന്നുകൊണ്ട് കുത്തിമറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അവനെ വധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അസ്ത്രം തൊടുക്കുന്ന സമയത്ത് ഒരു കിരാതൻ എന്നോടൊപ്പം തന്നെ അസ്ത്രമേകുകയും ഞങ്ങളുടെ 2 പേരുടെ അസ്ത്രങ്ങൾ ആ പന്നിയുടെ ദേഹത്ത് വന്ന് പതിക്കുകയും ചെയ്തു. ആ സമയത്ത് കിരാതൻ വന്നിട്ട് എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. അവൻ പറഞ്ഞു, നിനക്ക് എങ്ങനെയാണ് ഞാൻ എയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ പന്നിയെ എയ്യാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം വന്നതെന്നും പറഞ്ഞുകൊണ്ട് അവനെന്നെ വല്ലാതെ അധിക്ഷേപിച്ചു. ആ സമയത്ത് എനിക്ക് അതിയായിട്ടുള്ള കോപമുണ്ടായി. ഞാൻ അവനുമായിട്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അതിഘോരമായിട്ടുള്ള യുദ്ധമാണ് ഞാനും ആ കിരാതനും തമ്മിൽ നടന്നത്. അവൻ ശരങ്ങൾ കൊണ്ട് എന്നെ മൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാനും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഞാനും ശരങ്ങൾ കൊണ്ട് അവനെ മൂടി. പക്ഷേ ഞാൻ ചെയ്ത ശരങ്ങളൊന്നും അവൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ 100ഉം 1000ഉം ശരീരഭാഗങ്ങളായിട്ട് മാറി നിന്നുകൊണ്ട് മായാരൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ 100ഉം 1000ഉം അസ്ത്രങ്ങൾ എഴുത് ആ മായാരൂപങ്ങളെയെല്ലാം തകർത്ത് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ഒരു രൂപമായിട്ട് മാറി. വലിയ തലയും ചെറിയ ശരീരവുമായിട്ട് അവൻ എന്നോട് യുദ്ധം ചെയ്തു. അതിനുശേഷം ചെറിയ തലയും വലിയ ശരീരവുമായിട്ടും അവൻ എന്നോട് യുദ്ധം ചെയ്തു. അങ്ങനെ അവൻ്റെ രൂപം മാറ്റിക്കൊണ്ട് അവൻ എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. സാധാരണ അസ്ത്രങ്ങളൊന്നും അവൻ്റെ മേൽ ഫലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. പക്ഷേ ബ്രഹ്മാസ്ത്രം അവൻ വളരെ നിസ്സാരമായിട്ട് കെടുത്തിക്കളഞ്ഞു.
ബ്രഹ്മാസ്ത്രം കെട്ടുപോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഭയമായി. ഒരിക്കലും സംഭവിക്കരുതാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ബ്രഹ്മാസ്ത്രത്തെ തടയുക എന്ന് പറയുന്നത് സാധാരണ ആരെക്കൊണ്ടും പറ്റുന്ന ഒരു കാര്യമേ അല്ല. എൻ്റെ ഒഴിയാത്ത ആവനാഴി ആ സമയത്ത് ഒഴിഞ്ഞു. ആ സമയത്ത് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ആയുധങ്ങളെല്ലാം ഞാൻ അവൻ്റെ മേൽ പ്രയോഗിച്ചു. ആ ആയുധങ്ങൾ കൊണ്ടൊന്നും അവൻ്റെ ശരീരത്തിൽ ഒരു ചെറിയൊരു മുറിവ് പോലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് സാധിച്ചിരുന്നില്ല. അവസാനം ആയുധങ്ങളെല്ലാം തീർന്ന് ഞാൻ അവനെ മുഷ്ടി ചുരുട്ടി മർദ്ദിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അവനെ മർദ്ദിച്ചിട്ട് അവന് ചെറിയൊരു പരിക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചില്ല. അവസാനം മണ്ണിൽ ഞാൻ തളർന്ന് വീണ സമയത്ത് ആ കിരാതമൂർത്തി അവൻ്റെ ഭാര്യയായിട്ടുള്ള കിരാത സ്ത്രീയോടൊപ്പം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ അത്ഭുതകരമായിട്ട് അവിടെ കിടന്ന എൻ്റെ മുമ്പിലേക്ക് കിരാതമൂർത്തി അദ്ദേഹത്തിൻ്റെ രൂപം ഉപേക്ഷിച്ചിട്ട് ശരിയായിട്ടുള്ള രൂപത്തിൽ, മഹാദേവൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ ഉമാദേവിയോട് കൂടിയിട്ട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, അർജുന, നിൻ്റെ വീര്യത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? പിന്നെ അമ്പും വില്ലും അടങ്ങാത്ത ആവനാഴിയും അദ്ദേഹം എനിക്ക് തിരിച്ചു തന്നു. അതിനുശേഷം എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് ഞാൻ അനുഗ്രഹമായിട്ടും വരമായിട്ട് തരേണ്ടത്? നീ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അമരത്വം ഒഴിച്ച് ബാക്കി എന്ത് വരം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് ആ സമയത്ത് പരമേശ്വരൻ എന്നോട് പറഞ്ഞു. ഉടനെ ഞാൻ കൈകുപ്പിക്കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ദേവന്മാരുടെ മാത്രം കയ്യിലുള്ള ദിവ്യാസ്ത്രങ്ങളെല്ലാം അങ്ങനെക്ക് തന്ന് അനുഗ്രഹിക്കണം. ഉടനെ ഭഗവാൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അസ്ത്രമായിട്ടുള്ള പാശുപതാസ്ത്രം ഞാൻ നിനക്ക് തരുന്നു. അതിനുശേഷം ഇത് പ്രയോഗിക്കേണ്ട വിധികളും സൂക്ഷിക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അർജുന, നീ ഇത് മനുഷ്യരിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ശരിയായിട്ടുള്ള എതിരാളിയിലല്ലാതെ ഈ അസ്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ അസ്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് 3 ലോകവും ദഹിച്ച് വെണ്ണീറായി പോകും. നിനക്ക് ഏറ്റവും അധികം ഉപദ്രവം നേരിടുന്ന സമയത്ത് നിനക്ക് ഈ അസ്ത്രം ഉപയോഗിക്കാം. എല്ലാ അസ്ത്രങ്ങളെയും തടയാൻ ശക്തിയുള്ളതും എല്ലാ അസ്ത്രങ്ങളെയും തടയാനും എല്ലാ അസ്ത്രങ്ങളെയും ഖണ്ഡിക്കാനും ശക്തിയുള്ളതാണ് ഈ പാശുപതാസ്ത്രം. ഇപ്രകാരം രുദ്രൻ പ്രസാദിച്ച് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ആ അസ്ത്രം എൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. മഹാദേവൻ എന്നെ അനുഗ്രഹിച്ചതിന് ശേഷം അവിടെ നിന്നും അന്തർധാനം ചെയ്തു. അന്ന് രാത്രി മഹാദേവൻ്റെ അനുഗ്രഹവും നേടിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ കഴിഞ്ഞു. പ്രഭാതത്തിൽ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നേരത്തെ കണ്ട ബ്രാഹ്മണനെ വീണ്ടും ഞാൻ അവിടെ വെച്ച് കണ്ടു. ആ ബ്രാഹ്മണനോട് ഉണ്ടായ കഥകളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എനിക്കെന്തായാലും മഹാദേവനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യമുണ്ടായല്ലോ. നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നീ ഇന്ദ്രനെയും കാണും. ഇന്ദ്രനിൽ നിന്നും ദിവ്യാസ്ത്രങ്ങളൊക്കെ നീ നേടും എന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. അന്ന് വൈകുന്നേരമായപ്പോൾ അതിമനോഹരമായിട്ടുള്ള സുഗന്ധവാക്കിയായിട്ടുള്ള കാറ്റ് ഞാൻ താമസിക്കുന്ന ആ ഭാഗത്ത് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളും എൻ്റെ കണ്ണിന് ഞാൻ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇന്ദ്രനെ വാഴ്ത്തുന്ന സ്തോത്രങ്ങളൊക്കെ എങ്ങും മുഴങ്ങി കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഗന്ധർവന്മാരും അപ്സരസ്ത്രീകളും ഒക്കെ ഒരുമിച്ച് ദേവേന്ദ്രനെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ആ സമയത്ത് ഞാൻ കേട്ടു. തൻ്റെ പത്നിയായിട്ടുള്ള ശചീദേവിയോടൊപ്പം ദേവേന്ദ്രൻ മാതലി നയിക്കുന്ന തേരിൽ എൻ്റെ മുമ്പിലേക്ക് വന്നു. ആ സമയത്ത് കുബേരൻ ലക്ഷ്മി ദേവിയോടൊപ്പം നിൽക്കുന്നത് കാണുവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. ആ പ്രകാരം തെക്കൻ ദിക്കിൽ യമധർമ്മരാജാവ് നിൽക്കുന്നതും ഞാൻ കണ്ടു. പടിഞ്ഞാറ് ദിക്കിൽ വരുണ ഭഗവാൻ നിൽക്കുന്നതും ആ സമയത്ത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അവർ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, ലോകപാലകന്മാരായിട്ടുള്ള ഞങ്ങളെല്ലാം നിനക്ക് അസ്ത്രങ്ങൾ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നവരാണ്. അസ്ത്രങ്ങളെല്ലാം നീ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ എല്ലാം ദിവ്യാസ്ത്രങ്ങൾ അവർ എനിക്ക് ഉപയോഗക്രമങ്ങളോട് കൂടിയിട്ട് ഉപദേശിച്ചു തന്നു. ആ അസ്ത്രങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം ദേവന്മാരുടെ സമ്മതത്തോടു കൂടിയിട്ട് തന്നെ ഞാൻ അവിടെ നിന്നു. ആ സമയത്ത് ഇന്ദ്രഭഗവാൻ തൻ്റെ തേരോട് കൂടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അർജുന, നീ എന്നോടൊപ്പം സ്വർഗത്തിലേക്ക് വരിക. പുണ്യഭൂമികളൊക്കെ സന്ദർശിച്ച നീ അനേകം പുണ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഘോര തപസ്സും ചെയ്ത നീ ഇപ്പോൾ ദേവലോക പ്രാപ്തിക്ക് വേണ്ടിയിട്ട് അർഹനാണ്. നിനക്ക് ദേവലോകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അർഹതയും നീ നേടിക്കഴിഞ്ഞിരിക്കുന്നു. നീ സ്വർഗത്തിൽ എത്തണമെന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നീ വീണ്ടും ഘോര തപസ് ചെയ്യുക. എൻ്റെ സാരഥിയായിട്ടുള്ള മാതലി നിന്നെ സ്വർഗത്തിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ദ്രനോട് പറഞ്ഞു, ഭവാനെ, അങ്ങനിൽ കരുണയുണ്ടാവണേ. എൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ദിവ്യാസ്ത്രങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇന്ദ്രൻ പറഞ്ഞു, ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധം ഞാൻ നിനക്ക് തരാം. ആ സമയത്ത് ഞാൻ ഇന്ദ്രനോട് പറഞ്ഞു, ഭവാനെ, ഞാൻ
സാധാരണ മനുഷ്യരുടെ മുകളിൽ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല. ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ദിവ്യാസ്ത്രങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ട് സന്തുഷ്ടനായിട്ടുള്ള ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത്. നീ ദിവ്യായുധങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രാപ്തനായി കഴിഞ്ഞിരിക്കുന്നു. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാതലിയെ ഞാൻ പറഞ്ഞേക്കാം. നീ അവനോടൊപ്പം ദേവലോകത്തേക്ക് വരിക. എല്ലാവിധത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളും നേടാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി നിനക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു. വായു, അഗ്നി, വരുണൻ, മരുത്തുക്കൾ ഇവരുടെയൊക്കെ അസ്ത്രങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നീ ഇപ്പോൾ പ്രാപ്തനാണ്. അതിനോടൊപ്പം തന്നെ പൈതാമഹം, ഗന്ധർവം, ഉരകം, രാക്ഷസം, വൈഷ്ണവം എന്നീ അസ്ത്രങ്ങളുമൊക്കെ നീ നേടുന്നതാണ്. പിന്നെ എൻ്റെ കൈവശമുള്ള എല്ലാ അസ്ത്രങ്ങളും ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്നോട് ഇപ്രകാരം പറഞ്ഞിട്ട് ഇന്ദ്രൻ അവിടെ നിന്നും മറഞ്ഞു. തൻ്റെ കഥ അർജുനൻ യുധിഷ്ഠിരനോട് പറയുന്നതാണ് ഈ ഭാഗം. പിന്നെ അശ്വങ്ങളെ പൂട്ടിയ ഇന്ദ്രന്റെ മഹാരഥം അവിടെ കാണപ്പെട്ടു. മാതലിയാൽ തെളിയിക്കപ്പെടുന്ന ദിവ്യരഥം എൻ്റെ മുമ്പിൽ വന്നു നിന്നു. ലോകപാലകന്മാർ പോയതിനു ശേഷം മാതലി എന്നോട് പറഞ്ഞു, ധനഞ്ജയ, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ദ്രൻ്റെ ഈ ദിവ്യമായിട്ടുള്ള രഥത്തിൽ കയറുക. ഉടലോട് കൂടിയിട്ട് ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്രകാരം മാതലി പറഞ്ഞപ്പോൾ ഞാൻ ഹിമവത്സാനുവിനെ പ്രദക്ഷിണം വെച്ചിട്ട് ഇന്ദ്രൻ്റെ രഥത്തെയും പ്രദക്ഷിണം വെച്ചിട്ട് അതിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ തേര് തെളിക്കുന്ന സമയത്ത് മാതലി എന്നോട് പറഞ്ഞു, ഭവാന്റെ ഈ അത്ഭുതകരമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് എനിക്ക് സാധാരണ ഇന്ദ്രനൊഴിച്ച് വേറെ ആരും ഈ തേരിൽ കയറിയാലും ഇതിൻ്റെ വേഗം കൊണ്ട് അതിഭയങ്കരമായിട്ട് ഭയപ്പെടുകയാണ്. പക്ഷേ അങ്ങേക്ക് ഒരു ചലനവും ഇല്ലാതിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ തേരിൽ ഇന്ദ്രനെ കഴിഞ്ഞും മെച്ചമായിട്ട് അങ്ങ് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാതലി തൻ്റെ രഥം മുകളിലേക്ക് ഉയർത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് പലതരത്തിലുള്ള അത്ഭുത ഗ്രഹങ്ങൾ ഞാൻ ആകാശത്ത് കാണുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ധാരാളം ദേവഋഷിമാരുടെ വാസസ്ഥലങ്ങൾ ഞാൻ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദേവന്മാരുടെ പൂങ്കാവനങ്ങളും ഉപവനങ്ങളുമൊക്കെ മാതലി എന്നെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഞാൻ അതിമനോഹരമായിട്ടുള്ള അമരാവതി കണ്ടു. ആ അമരാവതിയിൽ സൂര്യന് ചൂടില്ല, അവിടെ ആർക്കും ജരാനരയില്ല, അവിടെ ശീതബാധയില്ല, ഉഷ്ണത്തിൻ്റെ ആധിക്യമില്ല, പൊടിപടലങ്ങൾ എങ്ങും കാണാനില്ല, ശോകവും ദൈന്യവും ആർക്കുമില്ല, ദുർബലന്മാരായിട്ടുള്ള ആരെയും അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. വൃക്ഷങ്ങൾ നിത്യവും പുഷ്പങ്ങൾ കാണിച്ചുകൊണ്ട് നിന്നിരുന്നു. മനോഹരമായിട്ടുള്ള സുഗന്ധം വഹിക്കുന്ന കാറ്റ് അവിടെയെങ്ങും എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നു. പലതരം മനോഹരമായിട്ടുള്ള പക്ഷികൾ അത് എപ്പോഴും പാടിക്കൊണ്ടിരുന്നു. ഇവയെല്ലാം ആകാശത്തോട് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവയെല്ലാം ഞാൻ അമരാവതിയിൽ കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ജ്യേഷ്ഠ. വസുക്കളെയും രുദ്രന്മാരെയും മരുത്തുക്കളെയും എല്ലാം കണ്ടു. അവരെല്ലാവരും എന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ദിവ്യാസ്ത്രപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. ദേവഗന്ധർവന്മാർ പാർക്കുന്ന ആ അമരാപുരിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഇന്ദ്രസഭയിലേക്ക് പ്രവേശിച്ച് എന്നെ ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ സമീപം ഇരുത്തി. അതിനുശേഷം ബഹുമാനപുരസരം എന്നെ തലോടുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം ഞാൻ അവിടെയുള്ള ദേവന്മാരിൽ നിന്നും അസ്ത്രാഭ്യാസം നടത്തുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഗന്ധർവരാജാവായിട്ടുള്ള ചിത്രസേനൻ എൻ്റെ തോഴനായി തീർന്നു. അവനിൽ നിന്നും ദിവ്യാസ്ത്രങ്ങളൊക്കെ ഞാൻ നേടി. അവിടെയുള്ള കാമങ്ങൾ നിറഞ്ഞ കാഴ്ചകളും മനോഹരമായിട്ടുള്ള നൃത്തങ്ങളും മനോഹരമായിട്ടുള്ള പാട്ടുകളും ഒക്കെ കേട്ടെങ്കിലും എൻ്റെ മനസ്സിളകാതെ അസ്ത്രവിദ്യയിൽ തന്നെ ഞാൻ മനസ്സ് ചേർത്ത് നിർത്തി അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എൻ്റെ അസ്ത്രാഭ്യാസത്തിലുള്ള എൻ്റെ ശ്രദ്ധ കണ്ടിട്ട് ഇന്ദ്രൻ വളരെയധികം സംതൃപ്തനായി തീർന്നു. ഇങ്ങനെ സ്വർഗത്തിൽ ഇത്ര നാളും കഴിഞ്ഞപ്പോഴേ തരത്തിലുള്ള അസ്ത്രലാഭവും എനിക്ക് കിട്ടി. ഇന്ദ്രൻ 2 കൈകളും എൻ്റെ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ചു. ദേവഗണങ്ങൾ പോലും ഇപ്പോൾ നിന്നോട് യുദ്ധത്തിൽ എതിരിടാനാവാത്ത അവസ്ഥയിലാണ്. ആ സമയത്ത് മർത്യർക്ക് നിന്നോട് പോരിൽ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? 3 ലോകങ്ങളിലും നിന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വില്ലാളി ഇപ്പോൾ നിലവിലില്ല. നീ 15 ദിവ്യാസ്ത്രങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പ്രയോഗം, ഉപസംഹാരം, പശ്ചാത്താപം ഈ കാര്യങ്ങളിലൊക്കെ നീ അഗ്രഗണ്യനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ ഗുരുദക്ഷിണ നൽകേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് നീ ഗുരുദക്ഷിണ തരാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊള്ളൂ. ഗുരുദക്ഷിണ തരാമെന്ന് നീ സത്യം ചെയ്യൂ. സമയമാകുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളാം. ആ സമയത്ത് ഞാൻ ഇന്ദ്രനോട് അറിയിച്ചു, എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സന്നദ്ധനാണ്. ഉടനെ ദേവേന്ദ്രൻ മന്ദസ്മിതത്തോടു കൂടി എന്നോട് പറഞ്ഞു, നിനക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവും ഈ 3 ലോകത്തുമില്ല. നിവാത കവചന്മാർ എന്നറിയപ്പെടുന്ന എൻ്റെ ശത്രുക്കൾ, ദുഷ്ടന്മാരായിട്ടുള്ള അവർ വരുണൻ്റെ സമുദ്രത്തിൽ ഒരു ദുർഗമൊക്കെ തീർത്തിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ 3 കോടി ആൾക്കാരുണ്ട്. അവിടെ ചെന്നിട്ട് അവരെ എല്ലാവരെയും നീ കൊല്ലണം.
അതാണ് പാർത്ഥ നീ എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഗുരുദക്ഷിണ. പിന്നെ മാതലി നയിക്കുന്നതും മയിൽപ്പീലി പോലെ നിറങ്ങളോട് കൂടിയിട്ടുള്ള അശ്വങ്ങൾ വലിക്കുന്നതുമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു രഥം അവരെ വധിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ എനിക്ക് നൽകി. ഇപ്പോൾ ഈ തലയിലിരിക്കുന്ന ഈ കിരീടം ആ സമയത്ത് ഇന്ദ്രഭഗവാൻ എൻ്റെ തലയിൽ വെച്ച് തന്നതാണ്. ശരീരത്തിൽ അണിഞ്ഞാൽ വളരെയധികം സുഖം തോന്നുന്ന ഒരു അസ്ത്രത്തിനും ഭേദിക്കാൻ പറ്റാത്ത കവചം അദ്ദേഹം എനിക്ക് നൽകി. അതിനുശേഷം ഗാന്ധീവത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരസ്ത്രം കൊണ്ടും മുറിയാത്ത ഞാണും അദ്ദേഹം എനിക്ക് ഗാന്ധീവത്തിൽ കെട്ടിത്തന്നു. പിന്നെ ദിവ്യവും ശോഭനവുമായിട്ടുള്ള തേരിൽ കയറി ഞാൻ നിവാത കവചന്മാരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടു. ഈ തേരിൽ കയറിയാണ് ദേവേന്ദ്രൻ അനേകം യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ളത്. ദേവേന്ദ്രൻ മഹാബലിയെ തോൽപ്പിച്ചത് ഈ രഥത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടാണ്. രഥഘോഷം കേട്ടപ്പോൾ ദേവേന്ദ്രൻ യാത്ര പുറപ്പെടുക എന്ന് വിചാരിച്ചിട്ട് ദേവന്മാരെല്ലാവരും രഥത്തിന് ചുറ്റും കൂടി. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഈ രഥത്തിൽ കയറി യാത്രയാകുന്നത്? ആ സമയത്ത് ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ നിവാത കവചന്മാരെ വധിക്കുവാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ദേവന്മാരെല്ലാവരും അവരുടെ അനുഗ്രഹം എനിക്ക് നൽകി. അവർ ആ രഥത്തിൻ്റെ ചരിത്രം എന്നോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ തേരിൽ കയറിയാണ് ഇന്ദ്രൻ പണ്ട് ശമ്പരൻ എന്ന് പറയുന്ന അസുരനെ കൊന്നത്. വലൻ, വൃത്രൻ, നരകൻ മുതലായ അസുരന്മാരെയൊക്കെ ഈ തേരിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തിട്ടാണ് വാസവൻ പണ്ട് വധിച്ചത്. പണ്ട് ഇന്ദ്രൻ ശത്രുസംഹാരം നടത്തിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ ശത്രുക്കളെ എല്ലാം വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി നിനക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ശംഖം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നീ അവിടെ ചെന്നിട്ട് നിവാത കവചന്മാരെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഈ ശംഖം മുഴക്കണം. ദേവദത്തം എന്ന് പറയുന്ന ഈ ശംഖ് വളരെയധികം വിശേഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ആ ശംഖ് അവരെനിക്ക് നൽകി ജ്യേഷ്ഠ. അർജുനൻ യുധിഷ്ഠിരനോട് തൻ്റെ കഥ തുടരുകയാണ്. അങ്ങനെ ദേവന്മാരുടെയും മഹർഷിമാരുടെയും എല്ലാം അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അർജുനൻ വരുണ ലോകത്തേക്ക് പ്രവേശിച്ചു. ജലം നിറഞ്ഞു കിടക്കുന്ന സമുദ്രത്തിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിച്ചേർന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിറഞ്ഞ അതിഭയങ്കരമായിട്ടുള്ള തിരമാലകളും കൊണ്ട് നിറഞ്ഞ ഭീകരമായിട്ടുള്ള സമുദ്രമായിരുന്നു അത്. രത്നങ്ങൾ നിറച്ച കപ്പലുകൾ ഓടിക്കൊണ്ടിരുന്നു. തിമിംഗലങ്ങളും വലിയ ആമകളും വലിയ മത്സ്യങ്ങളുമൊക്കെ ചാടിക്കളിക്കുന്നത് എനിക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന രത്നങ്ങൾ ആ തിരകളിൽ ഒഴുകിക്കളിക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആ സമുദ്രത്തിൻ്റെ കരയിലേക്കാണ് മാതലി ഇന്ദ്രൻ്റെ രഥവുമായിട്ട് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. പിന്നെ രഥം ഓടിക്കുന്നതിൽ അതിവിദഗ്ധനായിട്ടുള്ള മാതലി തൻ്റെ രഥം അതിവേഗത്തിൽ ഓടിച്ചിട്ട് അതിയായിട്ടുള്ള ശബ്ദവും പുറപ്പെടുപ്പിച്ചുകൊണ്ട് അസുരന്മാരുടെ പുരിയുടെ മുകളിലേക്ക് എത്തിച്ചേർന്നു. ഇന്ദ്രൻ യുദ്ധത്തിന് വന്നതാണെന്ന് വിചാരിച്ചിട്ട് അസുരന്മാരെല്ലാവരും ഓടിയൊളിച്ചു. എല്ലാ അസുരന്മാരും അമ്പും വില്ലും ശംഖും ശൂലവും വേലും ഇങ്ങനെയുള്ള മാരകായുധങ്ങളൊക്കെ എടുത്തെങ്കിലും ധൈര്യം വരാതെ അവരെല്ലാവരും ഓടി ഒളിക്കുകയാണ് ചെയ്തത്. ഇന്ദ്രനാണ് യുദ്ധത്തിന് വരുന്നതെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അവരെല്ലാവരും അവരുടെ സ്വന്തം ഗ്രഹങ്ങളിൽ കയറി വാതിലടച്ച് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എനിക്ക് അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസുരനെ പോലും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഉടനെ തന്നെ ഞാൻ ദേവദത്തം എന്ന് പറയുന്ന ആ ശംഖെടുത്തിട്ട് വലിയ ഘോഷം ഉണ്ടാക്കി. ആ ശബ്ദം കേട്ടപ്പോൾ മഹാ അസുരന്മാരും കൂടി തങ്ങളുടെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ നിവാത കവചന്മാർ എൻ്റെ ശംഖത്തിൻ്റെ ഘോഷം കേട്ടിട്ട് അവർ കവചങ്ങളുമൊക്കെ ധരിച്ച് വിവിധ തരത്തിലുള്ള ആയുധങ്ങളുമൊക്കെയായിട്ട് യുദ്ധസന്നാഹങ്ങളുമായിട്ട് എൻ്റെ നേരെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇരുമ്പ് ശൂലം ധരിച്ചവർ, ഗദ ധരിച്ചവർ, ചക്രങ്ങളും മുൾത്തടികളും പൊന്നണിഞ്ഞ വാളുകളും ധരിച്ചവർ, വിവിധ തരത്തിലുള്ള കിരീടങ്ങൾ വെച്ചവർ, വിവിധ തരത്തിലുള്ള കവചങ്ങൾ അണിഞ്ഞവർ, അങ്ങനെ ഉഗ്രപ്രതാപികളും വീരന്മാരുമായിട്ടുള്ള നിവാത കവചന്മാർ യുദ്ധസന്നദ്ധരായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് സാധാരണഗതിയിൽ രഥം ഓടിച്ചതിന് ശേഷം മാതലി അതിവേഗത്തിൽ രഥം ഓടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. രഥത്തിൻ്റെ വേഗം മൂലം എനിക്ക് ഒന്നും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അസുരന്മാർ അതിഭീകരമായിട്ടുള്ള ശബ്ദങ്ങൾ ഈ രഥം കണ്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ശബ്ദം കേട്ടിട്ട് ജലജീവികളൊക്കെ ആ സമുദ്രത്തിൽ ചത്തുപൊങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. എൻ്റെ വേഗത്തിലോടുന്ന രഥം കണ്ടോടുകൂടിയിട്ട് നിവാത കവചന്മാർ അവർ 10ഉം 100ഉം പേർ ഒരുമിച്ച് എൻ്റെ രഥത്തിന് നേരെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ 100ഉം 1000ഉം കണക്കിന് ബാണങ്ങൾ എൻ്റെ നേർക്ക് അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ അതിന് തക്ക വിധത്തിലുള്ള ബാണങ്ങളയച്ച് അവയെല്ലാം ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു ബാണവും എൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നില്ല. നിവാത കവചന്മാരെ വധിക്കാൻ പോകുന്ന ഈ യുദ്ധം കണ്ടിട്ട് ബ്രഹ്മസിദ്ധന്മാരെല്ലാവരും ആകാശത്തിൽ വന്നിട്ട്
ഞാനും നിവാതകവചന്മാരുമുള്ള യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ആകാശത്തിൽ അവർ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ മുനിമാരെല്ലാവരും ഇന്ദ്രനെ വാഴ്ത്തുന്നത് പോലെ എന്നെ വാഴ്ത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. നിവാതകവചന്മാരും അർജുനന്മാരുമുള്ള യുദ്ധം തുടരുകയാണ്. ബാക്കി ഭാഗം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് കേൾക്കാം. ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.